ചരിത്രത്തിലാദ്യമായി ലോക്സഭയിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്പീക്കർ ഓം ബിർള കാണിക്കുന്ന BJP ഭക്തിക്കെതിരെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശബ്ദമുയർത്തിയത്. ഇത് അവിശ്വാസമായി അവതരിപ്പിച്ചപ്പോൾ ചെയറിലുണ്ടായിരുന്നത് ജഗദാംബിക പാലാണ്. പ്രതിപക്ഷ എംപിമാർ ഒറ്റക്കെട്ടായി സ്പീക്കറെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. 118 എംപിമാർ ഈ പ്രമേയത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതോടെ BJPക്ക് അവരുടെയും മറ്റ് ഘടകകക്ഷികളുടെയും എംപിമാരെ കൃത്യമായി സഭയിൽ എത്തിക്കേണ്ടി വന്നു. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സ്പീക്കർക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് സഭ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന ചിന്തയിൽ ഓം ബിർള രാഹുലിനെ അനുരഞ്ജന ചർച്ചകൾക്കായി ക്ഷണിച്ചിരുന്നു. നേരത്തെ രാഹുലിനെതിരെ BJP നേതാവ് നിഷികാന്ത് ദുബെ കൊണ്ടുവന്ന പ്രമേയത്തിൽ നിന്ന് പിന്മാറാൻ സ്പീക്കർ നിർദ്ദേശം നൽകിയത് തനിക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ഇംപീച്ച്മെന്റിൽ നിന്നും രക്ഷ നേടാനാണ്. സഭയിലെ ഭൂരിപക്ഷം വെച്ച് ഇംപീച്ച്മെന്റ് നടപടികൾ പാസ്സാകാൻ സാധ്യതകൾ കുറവാണ്. എന്നിട്ടും സ്പീക്കറും BJPയും ഭയക്കുന്നത് സംഭവിക്കാൻ പോകുന്ന നാണക്കേടിനെ ഓർത്തിട്ടാണ്. ചരിത്രത്തിൽ ഇംപീച്ച്മെന്റ് നേരിടുന്ന ആദ്യത്തെ സ്പീക്കർ എന്ന ചീത്തപ്പേരാണ് ഓം ബിർളയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ തേടി കോംപ്രമൈസ് മീറ്റിംഗുകൾക്ക് നേതൃത്വം നൽകുകയാണ് BJP നേതാക്കന്മാർ ചെയ്തത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ നിലപാട് മാറ്റി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നത് BJPയെ ഞെട്ടിച്ചിരുന്നു. പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് തൃണമൂൽ എംപിമാർ വ്യക്തമാക്കി. പ്രമേയത്തിൽ ഒപ്പുവയ്ക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി നിർദ്ദേശം നൽകിയതായി 2 തൃണമൂൽ എംപിമാർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിൽ 12 അംഗങ്ങളും ലോക്സഭയിൽ 22 അംഗങ്ങളുമുണ്ട്. 28 എന്നത് ഈ ഘട്ടത്തിൽ വലിയ നമ്പറാണ്. 118 എംപിമാരാണ് പ്രമേയത്തിൽ ആകെ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ 28 കൂടി ചേരുമ്പോൾ എണ്ണം 146 എത്തിയിട്ടുണ്ട്. മുൻ സൈനിക മേധാവി MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സഭയിൽ പരാമർശിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സഭ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് 8 പ്രതിപക്ഷ എംപിമാർക്ക് അന്ന് സ്പീക്കർ സസ്പെൻഷൻ നൽകിയിരുന്നു. തനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതിനെ തുടർന്ന് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പകുതിയിൽ സ്പീക്കർ ബിർള സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു. വിഷയം പരിഹരിക്കപ്പെടുന്നതുവരെ സഭ നിയന്ത്രിക്കാനുള്ള ചുമതല അദ്ദേഹം ചെയർപേഴ്സൺമാരുടെ പാനലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രമേയം സഭയിൽ ചർച്ച നടക്കുമെന്നിരിക്കെ അത് തടയാനുള്ള നടപടികൾ BJP തുടങ്ങിവച്ചിരുന്നു. പ്രതിപക്ഷത്തിന് പ്രമേയവുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ മാർച്ച് 9-ന് സഭയിൽ ഈ വിഷയം വരുമ്പോൾ അവർക്ക് നോട്ടീസ് പിൻവലിക്കാമെന്ന് BJP നിർദ്ദേശം നൽകി. ഇതിനു പുറമെ രാജ്യസഭയിലെ എല്ലാ കാലവും BJPക്കൊപ്പം നിന്ന ബിജു ജനതാദൾ പാർട്ടിയും പിന്തുണയുമായി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.